സങ്കീർത്തനം എന്ന് പറയപ്പെടുന്നത്. എന്താ പ്രാരംഭ വാക്യത്തിൽ? ദൈവമേ നിന്റെ ദേശത്തെ വായിച്ചേ. യഹോവേ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തി. യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, എത്ര തെറ്റിപ്പോയാലും മടക്കി വരുത്തുന്ന ഒരു ദൈവമാകട്ടോ എന്ന് വിചാരിച്ച് തെറ്റിലേക്ക് പോകാനല്ല. അവൻ തെറ്റിന്റെ അനുഭവം വന്നെങ്കിലും ഒരു മാനസാന്തരത്തോടു കൂടി മടങ്ങി വരവിന് ആകാംക്ഷയോടുകൂടി ദൂരത്തിരുന്ന് അപ്പാ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി അവൻ ഉമ്മറത്ത് കാത്തിരിക്കുന്ന ഒരു പിതാവ് ഇന്നും നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം വിളിച്ചു പറയുക. ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് മാറിയേക്കാം, കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞ് അകറ്റി നിർത്തിയേക്കാം, ബന്ധങ്ങൾ ചിതലമായേക്കാം. പക്ഷേ അറിയുന്നവൻ അവിടെ നിന്നോ വരുന്ന വരവ് കണ്ടപ്പോഴേക്ക് എന്താ പറഞ്ഞ് എഴുന്നേറ്റ് ഓടിച്ചൊന്ന് കെട്ടിപ്പിടിച്ച് അകത്ത് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകരം ഞാൻ നിങ്ങളും മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. വിശ്വസ്തതയും നിന്റെ കൂടെ ഒപ്പമുണ്ടോ? നീ എവിടെ പോയാലും വീഴത്തില്ല, എവിടെ പോയാലും മുട്ടുമടക്കേണ്ട അനുഭവം വരത്തില്ല. ദൈവയുടെ അനുഭവം ഉണ്ടോ? വിശ്വസ്തതയുടെ അനുഭവം ഉണ്ടോ? അവൻ അടിസ്ഥാനപരമായി ഉറച്ചു നിന്ന വാക്കുകളാണോ? നിന്നെ മുട്ടുമടക്കുവാൻ ഉലകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകരം വിളിച്ചു പറയുക.